ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. സുഖമല്ലേ എല്ലാവർക്കും? പെട്ടെന്നൊരാഗ്രഹം പഴങ്കഞ്ഞി കുടിക്കുന്നെന്ന്. കാരണം എന്താണെന്നറിയാവോ? യൂട്യൂബ് തുറന്ന് നോക്കിയാൽ മൺചട്ടിയിൽ പഴങ്കഞ്ഞിയുടെ വീഡിയോസേ ഉള്ളൂ. കണ്ടപ്പോൾ വായിലങ്ങ് കപ്പലോടുമായിരുന്നു. അപ്പോൾ ഓർത്ത് പഴങ്കഞ്ഞി കുടിച്ചേ മതിയാവും എന്നുള്ള ഒറ്റ വാശിയിലായി. അപ്പോൾ നോക്കിയപ്പോൾ ബാലൻസ് ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ ചോറും മോരും വെള്ളവും മോരും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളിയും എല്ലാം ഉപ്പും എല്ലാം ഇട്ട് അവനെ അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി അവിടെ വെച്ചു. നേരം വെളുത്തപ്പോഴത്തേ വൻപയറും പിന്നെ കടുമാങ്ങ അച്ചാറും പിന്നെ എന്തായിരുന്നു നല്ല ഉണക്കമീൻ. സൂപ്പറായിരുന്നു കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. മൺചട്ടി മാത്രം കുറച്ച് വലുതായിപ്പോയി കേട്ടോ. അപ്പോൾ കഴിക്കുന്ന വീഡിയോയിലേക്ക് പോവാം, കാണാം. ഹലോ. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ നമ്മളെപ്പോൾ യൂട്യൂബ് തുറന്നാലും യൂട്യൂബിൽ മുഴുവനും ഈ പഴങ്കഞ്ഞിയുടെ വീഡിയോയാണ്. അപ്പം അതൊക്കെ കണ്ടപ്പോഴത്തേക്കും കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹം. അപ്പം നിങ്ങളവർക്ക് ഇത്രയും വലിയ ചട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈ ചട്ടിയേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മളിപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഒത്തിരി മൺചട്ടികൾ കാണുമല്ലോ. ഇവിടെ ഈ ഒരു മൺചട്ടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും മീൻകറിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതാണ്. അപ്പം ഞാൻ ഓർത്തു ഈ മൺചട്ടിക്കകത്ത് വെക്കാൻ. അപ്പോഴത്തെ ഇത് എല്ലാം ഉണ്ട്. കറിവേപ്പില, പച്ചമുളക്, ചുമന്നുള്ളി, ചോറ് അങ്ങനെയൊക്കെ ഇട്ട് മോരുമുളി പറയുമ്പോൾ തന്നെ കൊതി വരും കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ കഴിക്കണമെന്ന്. പിന്നെ ഞാൻ കറിയായിട്ട് എടുത്തിരിക്കുന്നത് കാണാമെന്നറിയത്തില്ല, നല്ല കടുമാങ്ങ അച്ചാർ, വൻപയർ, ഉണക്കമീൻ കേട്ടോ. ഇതിന് ഒന്നുമില്ലെങ്കിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഉണക്കമീൻ കേട്ടോ. ഉണക്കമീൻ ഭയങ്കര ഇതാണ്. അപ്പം ഞാനിത് കഴിക്കാൻ ഇന്നലെ തലേ ദിവസം എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പം ഇന്ന് രാവിലെ കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. കഴിക്കാൻ പോവാ കേട്ടോ. പഴങ്കഞ്ഞി കുടിച്ചിട്ടില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുടിച്ചിട്ടില്ല കേട്ടോ. പണ്ടൊന്ന് പഴങ്കഞ്ഞി കുടിച്ചായിരുന്നു. അത് ജസ്റ്റ് വെറുതെ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മുടെ തലേദിവസത്തെ ചോറും കഞ്ഞി ഇങ്ങനെ വെള്ളം ഒഴിച്ച് ചുമ്മാ അങ്ങനെ കഴിച്ചതാണ് കേട്ടോ. വണ്ണം വെക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് പണ്ട് മെലിഞ്ഞിരുന്ന ടൈമിൽ. പക്ഷേ എനിക്കത് പിടിച്ചില്ലായിരുന്നു, വൊമിറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല പഴങ്കഞ്ഞി. പക്ഷേ ഇത് ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ഈ മോരും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം ഇട്ട് കുഞ്ഞു നമ്മുടെ ഉള്ളിയില്ലേ, കുഞ്ഞുള്ളിയും എല്ലാം ഇട്ട് ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഭയങ്കര ആഗ്രഹം. ഇതിൻ്റെ ടേസ്റ്റും ഒന്നും എനിക്കറിയത്തില്ല. അപ്പം എങ്ങനെയാന്ന് എപ്പം ഇന്നലെയൊക്കെ യൂട്യൂബ് ഇങ്ങനെ നോക്കുന്നിടത്ത് എല്ലാവരും ഈ പഴങ്കഞ്ഞിയുടെ വീഡിയോ അങ്ങനെയാണോ, അത് കണ്ടപ്പോൾ തൊട്ട് ആഗ്രഹം കഴിക്കണം. പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു ആഗ്രഹമാണ് ഈ ചട്ടിച്ചോറ് കഴിക്കണമെന്ന്. അതും ഇതുവരെ നടന്നിട്ടില്ല. നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളല്ലോ. അത് പതുക്കെ ആവാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് വലിപ്പം കൂടിപ്പോയി ചട്ടിക്ക് കേട്ടോ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കി എല്ലാം സെറ്റപ്പാണ് കേട്ടോ. സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് കഴിക്കാം. നല്ലതുപോലെ ഇങ്ങനെ ഇളക്കുക. അപ്പം നമുക്ക് കഴിക്കാം. ഫസ്റ്റ് ഞാൻ കഴിക്കുവാണ്. മോരും ചുമന്നുള്ളിയുടെയും പച്ചമുളകും ഇഞ്ചിയും കഴിയുമ്പോൾ സൂപ്പർ. കടുമാങ്ങയും കൂടെ അതിലേക്ക് ഇളക്കുക. ഉണക്കമീൻ സൂപ്പർ. ഉണക്കമുളകും അച്ചാറും വൻപയറും പിന്നത്തെ ഈ കഞ്ഞിക്കകത്തോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടൊന്ന് കഴിക്കാം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇത് കഴിച്ചിട്ടില്ലാത്തവരെല്ലാവരും ട്രൈ ചെയ്യണം, കഴിക്കണം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എനിക്കത് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ, അത്ര ടേസ്റ്റാ. ഈ അച്ചാറൊക്കെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഉണക്കമീൻ കേട്ടോ. ഉണക്കമീനും മാങ്ങ അച്ചാറും സൂപ്പർ. കറിയൊന്നും
നമുക്കില്ലെങ്കിൽ പോലും ഈ പച്ചമുളകും ചുമന്നുള്ളിയും ഇഞ്ചിയും മോരും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, നമ്മൾ എത്ര വലിയ ആഹാരങ്ങൾ കഴിച്ചാലും ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അത്ര ടേസ്റ്റാ. അതുമല്ല നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇത്, നല്ല ഫുഡാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ആഹാരങ്ങൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കഴിക്കുന്ന. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. പിന്നെ ഈ ഇത് കുടിക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് ഈ ചട്ടി ആയതുകൊണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ഇഞ്ചി ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്, അതിൻ്റെ ആ ടേസ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ, അത്ര നല്ല. ഇപ്പം ഇടയ്ക്കൊക്കെ ഈ വെള്ളം കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചോറിൻ്റെ കൂടെ അവർക്കൊന്നും വെള്ളം കുടിയുടെ ആവശ്യമില്ല, കഞ്ഞിവെള്ളം എല്ലാം ഓൾറെഡി ഉള്ളതുകൊണ്ട് ഭയങ്കര സുഖം. നമ്മുടെ വയറിനൊക്കെ നല്ലൊരു തണുപ്പ്. ഓൾറെഡി മൺചട്ടി വെക്കുമ്പോൾ നല്ല തണുപ്പല്ലേ, അപ്പം ആ ഒരു തണുപ്പും ഒക്കെ ഉണ്ട്. സൂപ്പർ കേട്ടോ, എനിക്ക് ഒത്തിരി 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 ഇഷ്ടം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, സൂപ്പർ. നമുക്കിവിടെ തട്ടുകടയിലും ഓരോരുത്തരൊക്കെ അവിടെ പോയി പഴങ്കഞ്ഞിയൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒത്തിരിയേറെ കടകളുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ, ജലദോഷമാണ്, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ്. ചോറ് വെക്കാത്തവരാരും ഇല്ലല്ലോ, ഒരു വീട്ടിലും ചോറ് വെക്കാത്തവരില്ല. അപ്പം മിച്ചം വരുന്ന ചോറ് നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഇതുപോലൊക്കെ ഉണ്ടാക്കി രാവിലെ കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ഫുഡാണ്. എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഈ പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു. കാര്യം ഉണക്കമീൻ ഇവിടെ അങ്ങനെ കിട്ടാറില്ല. മലയാളികളുടെ കടയിലേ കിട്ടാറുള്ളൂ ഉണക്കമീൻ. അത് കുറച്ച് ദൂരം ആയതുകൊണ്ട് ഉണക്കമീൻ അത് എല്ലാ ദിവസവും അവിടെ കാണണമെന്നില്ല. വെള്ളിയാഴ്ചകളിലേ ഇവിടെ മീൻ കപ്പയൊക്കെ വരത്തുള്ളൂ. അത് കിട്ടാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. വയറ് അത്യാവശ്യം നന്നായിട്ട് നിറഞ്ഞു കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു. എന്നാലും കുറച്ചും കൂടെ കഴിക്കാനുള്ള അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് വേസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ കുടിക്കണം. അപ്പം ഞാനിത് ഫുള്ളും തീർത്തിട്ട്, കുറച്ച് ഗ്യാപ്പിട്ട് ഫുള്ളും തീർത്തിട്ടേ ഞാനിവിടെ നിന്ന് എഴുന്നേക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും കൂടെ പറയായിരുന്നു ഇങ്ങനെ ഒന്ന് കഴിക്കണമെന്നുള്ളത്. അപ്പം അങ്ങനെ ആഗ്രഹം തോന്നിയപ്പോൾ ഞാനെടുത്ത് അതൊരു വീഡിയോ ആക്കാമെന്ന് ഓർത്തെടുത്താ കേട്ടോ. ഒത്തിരിയേറെ മിസ്റ്റേക്കുകൾ കാണും, ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.